ഒരുപാട് നാളത്തെ എന്റെ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ ഒന്ന് പോയി കാണണമെന്ന്. ഓരോ ഭക്തർക്ക് വേണ്ടിയും ഉണ്ണിക്കണ്ണൻ എന്തെങ്കിലും ഒരു സ്പെഷ്യല് മാറ്റി വെച്ചിട്ടുണ്ടാവും. ഉണ്ണിക്കണ്ണന്റെ ഉത്സവത്തിൽ 9ാം ദിവസത്തിലാണ് നാടകശാല സദ്യ എന്ന് പറയുന്ന ഈ വിശേഷപ്പെട്ട സദ്യ ഉള്ളത്. മറ്റു ജില്ലക്കാർക്ക് ഇത് അത്ര സുപരിചിതമല്ലായിരിക്കും, എന്നാൽ അമ്പലപ്പുഴക്കാർക്ക് ഇതൊരു വിശേഷപ്പെട്ട ദിവസമാണ്. മൊത്തത്തിൽ ക്ഷേത്രത്തിലെ അംഗങ്ങൾ ഉൾപ്പെടെ ഏകദേശം ഒരു 500 പേർക്കെടുത്ത് ഈ സദ്യ കഴിക്കാനായിട്ട് അവസരം ഉണ്ടാവുള്ളൂ. അതിനുള്ള ഭാഗ്യവും ഭഗവാൻ തന്നു എന്ന് വേണം പറയാം. ഈ സദ്യക്ക് പിന്നിലും ഒരു ഐതിഹ്യം ഉണ്ടട്ടോ. ഒരിക്കൽ ഭക്തോത്തമനായ വിശ്വമംഗലത്ത് സ്വാമിയാർ ക്ഷേത്ര ദർശനത്തിനായി നാലമ്പലത്തിലെത്തിയപ്പോൾ അവിടെ ഭഗവാനെ കാണാൻ സാധിച്ചില്ല. പരിഭ്രാന്തനായ അദ്ദേഹം ഭഗവാനെ തേടി 4 പാടും പാഞ്ഞു. ഇതേ സമയം നാടകശാലയിൽ ഭക്തർക്കുള്ള സദ്യ നടക്കുകയായിരുന്നു. ഭഗവാനെ തിരക്കിയെത്തിയ സ്വാമിയാർ കണ്ടത് ഒരു ബാലന്റെ വേഷത്തിൽ സദ്യക്ക് നെയ്യ് വിളമ്പുന്ന ഉണ്ണിക്കണ്ണനെയാണ്. കണ്ണ എന്ന് വിളിച്ച് സ്വാമിയാർ ഓടിയെടുത്തെങ്കിലും ഭഗവാൻ ഓടി മറിഞ്ഞു. കഥ അറിഞ്ഞവരെല്ലാം സദ്യ ഉപേക്ഷിച്ച് സ്വാമിയാർക്കൊപ്പം കണ്ണനെ തേടി പിന്നാലെ വന്നു. ഈ ഒരു സ്മരണയ്ക്ക് വേണ്ടിയാണ് 40ലധികം വിഭവങ്ങളും അമ്പലപ്പുഴ പാൽപ്പായസവും കൂടിയ ഈ നാടകശാല സദ്യ നടത്തുന്നത്. വർഷങ്ങൾ കഴിയും തോറും ഈ ഒരു ആചാരത്തിന് മാറ്റം വന്ന് ഭക്ഷണം കഴിച്ച ശേഷം ബാക്കിയുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്ന അവസ്ഥ വരെയായി. സദ്യ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നാടകശാലയ്ക്ക് പുറത്തു നിൽക്കുന്ന ഭക്തർ വാങ്ങി ഭക്ഷിക്കും. 10,000-കണക്കിന് വരുന്ന ഭക്തർക്ക് ഇന്നേ ദിവസം പ്രസാദൂട്ടുണ്ട്. അങ്ങനെ ഇക്കൊല്ലത്തെ നാടകശാല സദ്യയും കഴിഞ്ഞു. അടുത്ത കൊല്ലത്തേക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.